ഇറാൻ ആക്രമണം നടത്തുമെന്ന ഭീഷണിക്കിടെ സൈനിക നീക്കം അവസാനിപ്പിച്ച് അമേരിക്ക മടങ്ങി. ഒരു പതിറ്റാണ്ടിലേറെ നീണ്ടുനിന്ന സൈനിക സാന്നിധ്യം അവസാനിപ്പിച്ച് സിറിയയിലെ തന്ത്രപ്രധാനമായ അൽ തൻഫ് സൈനിക താവളത്തിൽ നിന്നാണ് അമേരിക്കൻ സൈന്യം പൂർണ്ണമായും പിന്മാറിയത്. 10 വർഷമായി ഇവിടെ അമേരിക്കൻ സൈന്യം നിലയുറപ്പിച്ചിരുന്നു. ഈ സൈനിക നീക്കമാണ് ഇറാന്റെ ആക്രമണ ഭീഷണിക്ക് പിന്നാലെ പിൻവലിക്കാൻ അമേരിക്ക തീരുമാനിച്ചത്. ഇത് അക്ഷരാർത്ഥത്തിൽ അമേരിക്കൻ സൈന്യത്തിന്റെ തോൽവിയായി വിലയിരുത്തപ്പെടുന്നുണ്ട്. ദിവസങ്ങൾക്ക് മുൻപ് ഇറാഖിലെ അൽ അസദ് വ്യോമതാവളത്തിൽ നിന്ന് അമേരിക്ക സമ്പൂർണ്ണമായി പിൻവാങ്ങിയിരുന്നു. ഇതോടെ ഏറെക്കുറെ സിറിയയിൽ നിന്ന് അമേരിക്കൻ സൈന്യം പിന്മാറിയിട്ടുണ്ട്. ഫെബ്രുവരി 11 അൽ തൻഫിൽ നിന്നുള്ള പിന്മാറ്റം പൂർത്തിയായതായും താവളത്തിന്റെ നിയന്ത്രണം സിറിയൻ സൈന്യം ഏറ്റെടുത്തതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സിറിയ, ഇറാഖ്, ജോർദാൻ എന്നീ രാജ്യങ്ങളുടെ അതിർത്തികൾ സംഗമിക്കുന്ന ഇടത്താണ് അൽ തൻഫ് സ്ഥിതി ചെയ്യുന്നത്. 2014 ISIS-നെതിരായ പോരാട്ടത്തിന്റെ ഭാഗമായാണ് അമേരിക്ക ഇവിടെ താവളം സ്ഥാപിച്ചത്. എന്നാൽ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ വന്ന മാറ്റങ്ങളും സിറിയയിലെ പുതിയ ഇടക്കാല സർക്കാരുമായുള്ള ധാരണകളും മുൻനിർത്തിയാണ് ഇപ്പോൾ പിന്മാറ്റം നടന്നിരിക്കുന്നത്. അമേരിക്കൻ സേനയും സിറിയൻ പ്രതിരോധ മന്ത്രാലയവും തമ്മിലുള്ള കൃത്യമായ ഏകോപനത്തിലൂടെയാണ് കൈമാറ്റം നടന്നതെന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കൻ സൈന്യം പിൻവാങ്ങിയതിന് തൊട്ടു പിന്നാലെ സിറിയൻ സൈനിക യൂണിറ്റുകൾ താവളങ്ങളിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ അതിർത്തി സംരക്ഷണത്തിനായി കൂടുതൽ സേനയെ വിന്യസിക്കുമെന്ന് സിറിയ അറിയിച്ചിട്ടുമുണ്ട്. അതേസമയം ഇറാനുമായുള്ള ആണവ ചർച്ചകൾ അനുകൂല നിലപാട് എടുത്തില്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ തങ്ങൾക്ക് താൽപര്യമില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാനും അറിയിച്ചിട്ടുണ്ട്. ഏത് തരത്തിലുള്ള പരിശോധനകൾക്കും രാജ്യം തയ്യാറാണെന്നും പെസസ്കിയാൻ വ്യക്തമാക്കുന്നുണ്ട്. ഇറാനുമായി വിലപേശലുകൾ തുടരുമെന്നാണ് ട്രംപിന്റെ പ്രതികരണം. വൈറ്റ് ഹൗസിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി അടച്ചിട്ട മുറിയിൽ ട്രംപ് 3 മണിക്കൂർ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു നേതാക്കളും മാധ്യമങ്ങളെ കാണാൻ കൂട്ടാക്കിയിട്ടുമില്ല. ഇറാനുമായി ആണവ കരാറിലെത്താനാകുമോ എന്ന് പരിശോധിച്ചു വരികയാണെന്നും ട്രംപ് വ്യക്തമാക്കുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുമായി 3 മണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സമൂഹ മാധ്യമമായ ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ പരാമർശം വന്നത്. ആണവ ചർച്ചകളുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിന്റെ സുരക്ഷാ ആവശ്യങ്ങൾ കൂടിക്കാഴ്ചയിൽ നെതന്യാഹു ഉന്നയിച്ചിട്ടുമുണ്ട്. ഇറാന്റെ കാര്യത്തിൽ അന്തിമ തീരുമാനത്തിലെത്താനുള്ള ചർച്ചകളാണ് നെതന്യാഹുവും ട്രംപും നടത്തിയത്. ആണവ ചർച്ച പരാജയപ്പെടുന്ന പക്ഷം പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന ഭീഷണി ട്രംപ് ഉയർത്തുന്നുണ്ട്. ഇറാനെതിരായുള്ള മുൻ സൈനിക നടപടി പരാമർശിച്ചുകൊണ്ടാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. ആണവ ചർച്ച പരാജയപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ വർഷം ജൂണിൽ അമേരിക്ക ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് നടത്തിയ ആക്രമണം ട്രംപ് ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. ട്രംപുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് മുന്നോടിയായി ഗാസ അന്താരാഷ്ട്ര സമാധാന ബോർഡിൽ അംഗമായി നെതന്യാഹു ഒപ്പുവെച്ചിരുന്നു. ഗാസ യുദ്ധവും പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളും നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചയായിരുന്നു. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായും നെതന്യാഹു കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. ഇതിനു പിന്നാലെയാണ് സിറിയയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ അമേരിക്ക തയ്യാറായിരിക്കുന്നത്. അൽ തൻഫിൽ ഉണ്ടായിരുന്ന അമേരിക്കൻ സൈന്യത്തിനെതിരെ ജോർദാനിലെ ടവർ 22 എന്ന താവളത്തിലേക്കാണ് താൽക്കാലികമായി മാറ്റിയിരിക്കുന്നത്. ഇറാഖിലെ ഐൻ അൽ അസദ് ഉൾപ്പെടെയുള്ള താവളങ്ങളിൽ നിന്ന് അമേരിക്കൻ സേന നേരത്തെ പിൻവാങ്ങിയിരുന്നു. ഇറാൻ തിരിച്ചടിക്ക് കോപ്പുകൂട്ടുന്നുവെന്ന വാർത്ത വൈറ്റ് ഹൗസ് സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഇത് സൈനിക പിന്മാറ്റവുമായി കൂട്ടി വായിക്കാം. എന്തായാലും റമദാൻ നോമ്പാചരണം അടുക്കുന്ന വേളയിൽ ചില നിർണായക ഇടപെടലുകളും തീരുമാനങ്ങളും ഇറാനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുമുണ്ട്.